ദൈവം ആത്മാവിൽ ഇടപെടുന്നു. ആ വ്യക്തിക്ക് അറിയണമെന്നില്ല. ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. സറാപത്തിൽ വിധവയോട് കൽപ്പിച്ചെന്ന് പറയുവാണെങ്കിൽ ഏലിയാവ് അവിടെ ചെല്ലുമ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞായിരുന്നു കേട്ടോ വാ എന്നവർ പറയുന്നില്ല. അല്ലെ ഏലിയാവ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ദൈവം എന്നോട് പറഞ്ഞു നിന്റെ അടുക്കലേക്ക് വരാനായിട്ട് പറഞ്ഞെന്ന് പറയുന്നില്ല. ഇവിടെ എല്ലാം ആത്മാവിലുള്ള ഒരു കൂട്ടായ്മയാണ്. ആത്മമണ്ഡലത്തിലൂടെ ആത്മാവിൽ ചിലതൊക്കെ കൂടിച്ചേരുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന മറിയയും എലിശബേത്തും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ പിള്ള ഉള്ളത്തിൽ തുള്ളിയ പോലെ അഭിഷേകം നിറഞ്ഞ ചിലര്, ദൈവകൃപ അനുഭവിക്കുന്ന ചിലര്, വിശ്വാസം നടക്കുന്ന ചിലർ ഈ വചനം കേട്ടുകൊണ്ടിരിക്കും ഒരാത്മ പകർച്ചയുടെ മേൽ വീഴട്ടെ. ഒരാത്മാവിന്റെ സ്പർശനം അവരുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകട്ടെ. സടകുടഞ്ഞ് എഴുന്നേൽക്കുന്ന പോലെ തകർച്ചയുന്നത് ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ ശക്തീകരിക്കുന്ന ദൈവമാണ്, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലങ്കരങ്ങളോട് ഞാൻ നിന്നെ താങ്ങുമെന്ന് പറയുന്ന ഒരു ശബ്ദത്തിൽ നിരാശയുടെ അടിത്തട്ടിൽ കിടക്കുന്ന ചില വ്യക്തികളെ ഞങ്ങളെ ദർശിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ ഇടപെടുകയാണ്. ആത്മഹത്യ ചെയ്യണ്ട, നീ തളർന്നു പോകണ്ട, നിന്റെ ദിവസങ്ങൾ കഴിഞ്ഞു പോയിട്ടില്ല. ആമേൻ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്നെ ഞാൻ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. ശ്രദ്ധിച്ചാട്ട് പരിശുദ്ധാത്മാവ് ആ വ്യക്തി അതിൽ നിന്ന് കൊണ്ടുവരികയാണ്. ചില കുഴഞ്ഞ ചേറ്റിൽ നിന്നും നാശകരമായ കുഴിയിൽ നിന്ന് പുറത്തു കൊണ്ടിരുന്ന പോലെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വിഷയത്തിന്റെ മേൽ വ്യാപരിക്കുകയാണ്. ഞാൻ സറാപത്തിൽ വിധവയോട് നിന്നെ കുറിച്ച് ആമേൻ ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. അതുമായി കണക്ട് ചെയ്യാൻ പറയാം. ബ്രദർ, പാസ്റ്റർ, ഞാൻ വല്ലാത്തൊരു ഭാരത്തിലാണ്. എൻ്റെ മുമ്പിൽ ഒരു വഴികളും കാണുന്നില്ല. എല്ലാം അടഞ്ഞ അനുഭവമാണ്. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റത്തില്ല. ബാങ്ക് വിഷയങ്ങൾ എൻ്റെ മുമ്പിൽ, മറ്റ് സാമ്പത്തിക പ്രതിസന്ധികൾ, തലമുറയുടെ വിഷയങ്ങൾ, എനിക്ക് ധാരാളം പ്രശ്നങ്ങളുടെ നടുവിലാണ് ഞാൻ. പക്ഷെ ഭാരപ്പെടേണ്ട, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരോട് നിനക്ക് വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. അത് വെളിപ്പെട്ടു വരും. അത് അവർക്കെങ്കിലും ഒരു പക്ഷെ അറിയാൻ കഴിയത്തില്ലായിരിക്കാം, നിനക്കൊരു പക്ഷെ അറിയാൻ കഴിയത്തില്ലായിരിക്കാം. പക്ഷെ തക്ക സമയത്ത് അത് വെളിപ്പെട്ടു വരും. വചനത്തിന്റെ വാതിലുകളെ തുറന്നിടുന്ന പരിശുദ്ധാത്മാവിനായി ഞാൻ നന്ദി പറയും. നീ സരാപത്തിലേക്ക് ചെന്ന് അവിടെ പാർക്ക്, നിന്നെ പുലർത്തേണ്ടതിന് അവിടെ ഒരു വിധയോട് ഞാൻ കൽപ്പിച്ചു. ആമേൻ. ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റം വേണം ഇങ്ങനെ പറയാം, ഡീപ് പോവർട്ടിയാണ്. ആ ദാരിദ്ര്യം കൊണ്ട് ആത്മഹത്യ ചെയ്യാനിരിക്കുന്ന ഒരു കുടുംബത്തോടാണ് ദൈവം ഇടപെടുന്നത്. ഞാൻ നന്ദിയോട് സ്തുതിക്കുന്നു. ആമേൻ. നിന്നെ സഹായിക്കേണ്ടതിനല്ല, പുലർത്തേണ്ടതിന്, നിന്നെ ജീവിപ്പിക്കേണ്ടതിന്, കൃതത്തോട് പറ്റിയ സ്ഥാനത്ത് നിന്നെ വീണ്ടും വീണ്ടും പുലർത്തേണ്ടതിന്. കുഞ്ഞേ, ഞാനൊരു കാര്യം പറയാം. ദൈവം ഇടപെടുന്ന എപ്പോഴും സമ്പന്നമായ സാഹചര്യങ്ങളായിരിക്കത്തില്ല, നിന്റെ ബുദ്ധിക്കായിരിക്കത്തില്ല. കാരണം അവന്റെ വിചാരങ്ങൾ നിന്റെ വിചാരങ്ങളിലും വലുതാണ്, അവന്റെ വഴികൾ നിന്റെ വഴികളിലും വ്യത്യസ്തമാണ്. എനിക്ക് എൻ്റെ കയ്യിൽ ഇങ്ങനെയുള്ളല്ലോ, ഞാൻ എങ്ങനെ ജീവിക്കും, എങ്ങനെ സാഹചര്യങ്ങൾ? നമ്മുടെ സാഹചര്യം അനുസരിച്ചായിരിക്കത്തില്ല ദൈവം പ്രവർത്തിക്കുന്നേ. വിധവയോട്, അതായത് ദാരിദ്ര്യത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന, തകർന്നു കിടക്കുന്ന, ഇനി ഞാനും എൻ്റെ പൈതലും മരിക്കാൻ പോവാൻ, ഞങ്ങളുടെ മുമ്പിൽ ഒരു വഴിയില്ല, അവസാനം അപ്പം തിന്നു മരിക്കാൻ പോവാന്ന് പറയുന്ന കുടുംബത്തിൽ അവിടെ ദൈവം പ്രോമിസ് ചെയ്യുകയാണ്, ഞാൻ ആ വിധവയോട് നിന്നെ പുലർത്തേണ്ടത്. ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങനാണെങ്കിൽ നീ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ മതി. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നീ ഓടി എങ്ങും പോകണ്ട. നീ നിൽക്കുന്നിടത്ത് മതി. അഭിഷേകമുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ശബ്ദമുണ്ടെങ്കിൽ, ദൈവത്തിന്റെ പ്രവചന ശബ്ദമുണ്ടെങ്കിൽ, ദൈവത്തിന്റെ നടത്തിപ്പുണ്ടെങ്കിൽ അവിടെ അത്ഭുതങ്ങൾ നടക്കും. ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. അവിടെ നമുക്കറിയാം, അവിടെ താനെ അതിനുശേഷം നമുക്കറിയാം, അങ്ങനെ അവൻ അവിടെ എഴുന്നേറ്റ് സറാപത്തിലേക്ക് പോയി. അതാണ് അനുസരണം. അവരെഴുന്നേറ്റ് സറാപത്തിലേക്ക് പോവുകയാണ്. അവിടെ താന് സാഹചര്യങ്ങൾ പറഞ്ഞ്, അല്ലെ ദൈവമേ, എങ്ങനെയാണ് കർത്താവ് ഒരു വിധവയ്ക്ക് എന്നെ പോറ്റാൻ കഴിയുമോ? അല്ലെങ്കിൽ അങ്ങനെ വേറെ ഒന്നുമില്ല, ഇതുപോലുള്ള തോടുകൾ വേറെ ഇല്ലയോ, വേറെ തോട്ടങ്ങളില്ലയോ, ഇവിടെയും ഞാൻ ഇരുന്നോളാം എന്ന് പറയുന്നില്ല. ദൈവം എന്തെങ്കിലും നിന്നോട് പറഞ്ഞാൽ അനുസരിച്ചോ. അനുസരണത്തിനകത്താണ് അഭിഷേകം. അനുസരിക്കുമ്പോഴാണ് ദൈവശക്തി വ്യാപരിക്കുന്നത്. അനുസരിക്കുമ്പോഴാണ് വാതിലുകൾ നിനക്ക് വേണ്ടി തുറന്നു വരുന്നത്. ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. ആമേൻ. അവിടെ ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ അവൻ എഴുന്നേറ്റ് സറാപത്തിലേക്ക് പോയി. അവൻ പട്ടണവാതിക്കലെത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറക് പറക്കിക്കൊണ്ടിരുന്നു. പട്ടണവാതിക്കലെത്തിയപ്പോൾ
നന്ദിയോടെ സ്തുതിക്കുന്നു. തനിക്ക് അവിടെ അഡ്രസ്സൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. എല്ലാം ദൈവത്തിന്റെ കരുതൽ, ദൈവം കൽപ്പിച്ചതെങ്കിൽ അതെല്ലാം നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ചില ജീവിതങ്ങളോ, ഞാൻ അവിടെ ചെന്നാൽ എനിക്ക് അവിടെ ഫ്രണ്ട്സ് ഉണ്ടാകുമോ, അവിടെ ആരുണ്ട്, എനിക്ക് ഞാൻ തനിച്ചേ ഉള്ളല്ലോ, അവിടെ എങ്ങനെ എൻ്റെ കാര്യങ്ങൾ നടക്കും, ചില ലോകത്തിന്റെ ഭൂമിയുടെ ചില അറ്റങ്ങളിൽ എനിക്ക് ആരുമില്ലെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം എന്ന് പറയുകയാണ്, നിനക്ക് വേണ്ടി ഞാൻ ചിലരെ കരുതിയിട്ടുണ്ട്. അത് നിന്റെ കണ്ണിനെ വെളിപ്പെട്ട് വരും. വെറു പറയിക്കൊണ്ടിരിക്കുക. അതുമായിട്ട് കണക്ട് ചെയ്താണ് എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന ഒരു ചിന്തയാണ്. നിങ്ങൾ പോകുമ്പോൾ ശിഷ്യന്മാരെ കർത്താവ് അയക്കുമ്പോൾ കെട്ടപ്പെട്ട കഴുതക്കുട്ടിയെ കാണാം. നിങ്ങൾ അതിനെ ചെന്ന് അഴിക്കണം. ആരാനാലും ചോദിച്ചാൽ കർത്താവിന് ആവശ്യമുള്ള ചെല്ലുമ്പോൾ കഴുതയെ കെട്ടിയിരിക്കുന്ന കാണുകയാണ്. നിങ്ങൾ പോകുമ്പോൾ എവിടെയാണ് ഞങ്ങൾ പെസഹ ഒരുക്കണ്ടേ, ഒരു മനുഷ്യൻ ഒരു കുടം വെള്ളം ചുമന്നു കൊണ്ടുവരും. അവനോട് ചോദിക്കും, വെളിപ്പെട്ട് വരികയാണ്. ചില സാഹചര്യങ്ങൾ അത് നിന്റെ കണ്ണിന് മുമ്പിൽ മറഞ്ഞു കിടക്കുന്ന, എത്ര പ്രാർത്ഥിച്ചിട്ടും വെളിപ്പെടാത്ത, എത്ര കരഞ്ഞിട്ടും കാണാത്ത, എത്ര നിലവിളിച്ചിട്ടും വെളിപ്പെടാത്ത ചില വാതിലുകൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തുറന്നു വരട്ടെ. താൻ ആ വാഗ്ദത്തം പോലെ വരുമ്പോൾ ആ വിധവയെ കാണുക. താൻ അവിടെ അന്വേഷിക്കുന്നില്ല, താൻ ഗൂഗിൾ മാപ്പ് നോക്കേണ്ട കാര്യമില്ല, ലൊക്കേഷൻ താൻ ചോദിക്കുന്നില്ല. കറക്റ്റ് ദൈവത്തിന്റെ ഗൈഡൻസ് ആണ്. താൻ എന്തിനെ തേടി ചെല്ലുന്നോ തൻ്റെ മുമ്പിൽ വെളിപ്പെടോ. താൻ എന്ത് ആഗ്രഹിച്ചു പോന്നോ അത് തൻ്റെ മുമ്പിൽ വെളിപ്പെട്ട് വരികയാണ്. താൻ എന്ത് ചിന്തിച്ചോ അത് സംഭവിക്കാമോ. നിന്റെ ഹൃദയത്തിൽ നീ എന്ത് ചിന്തിക്കുന്നോ അത് യേശുവിന്റെ നാമത്തിൽ ഞാൻ നിന്നെ നോക്കി, നിന്റെ കുടുംബത്തെ നോക്കി പ്രവചിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ അത് സംഭവിക്കാൻ പോകുന്ന ഇന്ന് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാം. ഓരോ ദൂതുകളും വിശ്വാസത്തോടെ ഏറ്റെടുത്തോളം. ആ വിധവ അവിടെ പട്ടണവാതിക്കൽ എത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറക് പറക്കിക്കൊണ്ടിരിക്കുകയാണ്. നന്ദിയോടെ സ്തുതിക്കുന്നു. അത് വെളിപ്പെട്ട് വരികയാണ് നിന്റെ കണ്ണിന് മുമ്പിലും. അതാ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ആർക്കും ചിന്തിക്കാൻ, ചില കുടുംബങ്ങളുണ്ട് ആർക്കും ചിന്തിക്കാൻ, സ്വപ്നത്തിൽ നനയ്ക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ദൈവം നിന്റെ ജീവകാലം മുഴുവൻ നന്ദി പറഞ്ഞാൽ തീരാത്തോ. നിന്റെ ജീവകാലം മുഴുവൻ നീ നന്ദി പറഞ്ഞാൽ തീരാത്ത ഒരു പ്രവൃത്തി സ്വർഗത്തിൽ ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുക. ഗ്രേറ്റ് ഡോർ ഈസ് ഓപ്പണിംഗ് ഫോർ യു. നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കാൻ പോകുകയാണ്. നന്ദിയോടെ സ്തുതിക്കുന്നു. വിധവ വിറക് പറയിക്കൊണ്ടിരുന്നു. അവൻ അവളെ വിളിച്ചു. ആമേൻ. അവൻ അവളെ വിളിച്ചു, എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ കുറെ വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു. ആമേൻ. അതേ ടെസ്റ്റ് ചെയ്യാണ് പുള്ളി. അനുസരണത്തിന്റെ ആദ്യ സ്റ്റെപ്പാണ്. നന്ദിയോടെ സ്തുതിക്കുന്നു. രണ്ടുപേരോട് പറഞ്ഞു, തോട്ടത്തിൽ പാൻ പറഞ്ഞു, മുന്തിരിത്തോട്ടത്തിൽ. ഒരുത്തൻ പറഞ്ഞു, ഞാൻ പോകാപ്പാ. അതിനെന്താപ്പാ? പക്ഷെ അവൻ പോയില്ല. എന്നാൽ ആദ്യം പോകത്തില്ലെന്ന് പറഞ്ഞ് അവൻ പിന്നത്തേതിൽ പോയി. നന്ദിയോടെ സ്തുതിക്കുന്നു. അനുസരണത്തിന്റെ ടെസ്റ്റാ. എനിക്കൊരു കുടിപ്പാനൊരു പാത്രത്തിലൊരു വെള്ളം കൊണ്ടുവരണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം എന്തെങ്കിലും പറയുമ്പോൾ വലിയ കാര്യങ്ങളായിരിക്കത്തില്ല നിങ്ങളോട് ആദ്യം പറയുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾ, ചിലപ്പോൾ ഏൽപ്പിക്കുന്ന ചെറിയ താലന്തായിരിക്കും, ചിലപ്പോൾ തരുന്ന ഒരു താലന്തായിരിക്കും. ആമേൻ. പ്രാപ്തി പോലെ കൊടുത്തെന്നാ പറയുന്നത്. പക്ഷെ അത് നീ വ്യാപാരം ചെയ്യുമ്പോൾ നീ ആ ഒന്ന് മറ്റവൻ കുഴിച്ചിട്ട പോലെ കുഴിച്ചിടുകയല്ല. 5 കൊടുത്തവനും 10 കൊടുത്തവനും വ്യാപാരം ചെയ്ത പോലെ നീ അത് വ്യാപാരം ചെയ്യുമ്പോൾ നീ ഒരു ശബ്ദം കേൾക്കും, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനാണ്, നിന്നെ ഞാൻ അധികത്തിൽ വിചാരകനാകും. ആദ്യം അദ്ദേഹം പറഞ്ഞൊരു ഒരു കുടിപ്പാൻ ഒരു പാത്രത്തിൽ കുറെ വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു. അവൾ കൊണ്ടുവരാൻ പോകുമ്പോൾ അവിടെയാണ് അനുസരണം. ദൈവമക്കളെ വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കണം. നമ്മുടെ യൂക്കോസിന് സുവിശേഷം 4-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ കർത്താവ് താൻ വളർന്ന നസ്രയത്തിലെ പട്ടണത്തിൽ താൻ ചെല്ലുമ്പോൾ, ആമേൻ, താൻ വളർന്ന പള്ളിയിൽ ചെന്നിട്ട് താൻ തിരുവെഴുത്ത് വായിക്കുമ്പോൾ ഒരു ഭാഗം പറയുന്നുണ്ട്, തിരുമാട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിൻ്റെ അഭിഷേകം ചിതറിക്കാൻ അവൻ്റെ ആത്മാവിടെ ഉണ്ട്. ആ ഭാഗത്ത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, അവൻ്റെ വായിൽ നിന്ന് വന്ന ലാവണ്യമാർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ കർത്താവ് അത് കഴിഞ്ഞ് പറഞ്ഞ് ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നു. അതിനുശേഷം കർത്താവ് പറയുന്നുണ്ട്, അന്ന് ധാരാളം വിധവമാർ ഇസ്രായേലിലുണ്ടായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സുവിശേഷം കേൾക്കുന്ന ധാരാളം പേരുണ്ട്.
പക്ഷെ വിശ്വസിക്കുന്ന കുറച്ച് പേരേ ഉള്ളൂ. ചിലർ ചോദിക്കും വിടുവാൻ എന്താ? നമ്മുടെ പൗലോസ് പ്രസംഗം പറയുമ്പോൾ വിടുവാൻ എന്താണ് പറയുന്നത്? കർത്താവ് ചിലർ പറഞ്ഞാൽ പിന്നെ നിന്റെ പ്രസംഗം കേൾക്കാം. യേശു പ്രസംഗിക്കുമ്പോൾ ആമേൻ ഒരു വലിയ കൂട്ടം അവനെ പിന്തുടർന്നെങ്കിലും പലരും പല കഠിന വാക്കുകൾ എന്ന് പറഞ്ഞുകൊണ്ട് പലരും കഠിന വാക്കുകൾ എന്ന് പറഞ്ഞ് അവനെ പിന്തിരിഞ്ഞു പോകുമ്പോൾ ഒരു കൂട്ടം വിശ്വസിക്കുകയാണ്. ഓ, ഞാൻ നന്ദിയോടെ ശ്രദ്ധിക്കുന്നു. വചനത്തിന്റെ വാതിലുകളെ തുറന്നു വരുന്ന പരിശുദ്ധാത്മാവിനായി നന്ദി പറയുന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ ടെസ്റ്റിൽ നീ വിജയിച്ചാൽ വൻ കാര്യങ്ങൾ ദൈവം നിനക്ക് വേണ്ടി. ആമേൻ. കുടിപ്പാൻ ഒരു പാത്രത്തിൽ വെള്ളം വരുമ്പോൾ വെള്ളം അവൾ കൊണ്ടുവരാൻ പോകുമ്പോൾ, അതാണ് യേശുവോടെ പറഞ്ഞ്, അന്ന് ധാരാളം വിധവമാരുണ്ടായിരുന്നു. എന്നാൽ സാരാഫത്തിലെ വിധവരെടുക്കലേക്കല്ലാതെ ഏലിയാവിനെ അയച്ചില്ല. എത്ര പേർക്ക് അറിയാം? എൻ്റെ സന്ദേശം എത്ര പേർക്ക് മനസ്സിലായി? കർത്താവ് പറഞ്ഞ ഇതാണ്, അവൾ അനുസരിക്കുമെന്നും ദൈവം അവളോട് കൽപ്പിക്കാൻ കാരണം അവൾ അനുസരിക്കുമെന്നുള്ളത് കൊണ്ടാണ്. അനുസരിക്കുമെന്നുണ്ടെങ്കിൽ ആമേൻ, ദൈവം ടെസ്റ്റ് ചെയ്തതിനു മുമ്പ് ദൈവത്തിന് അറിയാം. ലോകസ്ഥാപനത്തിന് മുമ്പേ, അമ്മയുടെ ഉദരത്തിൽ നിന്നെ മെനഞ്ഞതിന് മുമ്പേ ഈ ദൈവം അറിയാവുന്ന, ഈ മനസ്സിലാക്കുന്ന ദൈവത്തിന് എല്ലാം അറിയാവുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.